ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 9 ഏപ്രിൽ 2025 ബുധനാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 374 പോയിന്റ് പോസിറ്റീവിലാണ്. അതായത് 1.69% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 650 പോയിന്റ്, അതായത് 1.31% ഹൈയിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ സെൻസെക്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ 1089 പോയിന്റ്, അതായത് 1.49% പ്രോഫിറ്റ്, അതായത് ഹൈക്കിലാണ് ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്തത്. അപ്പൊ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എല്ലാ സെക്ടേഴ്സും അതേപോലെ മിക്ക സ്റ്റോക്കുകളും പ്രോഫിറ്റ് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 2 ദിവസം മുന്നേ നല്ലൊരു ഇടിവിൽ നിന്നാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം കരകയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ബ്ലഡ് ബാത്തിൽ നിന്നാണ് ഇപ്പൊ ഒരു റിലീഫ് റാലിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇന്നലെ കാണാൻ പറ്റിയത്. നമുക്കറിയാം മിനിഞ്ഞാന്നത്തെ ആ ഒരു ഇടിവോടുകൂടി നമ്മൾ കുറെ പേര് പാനിക്കായി നമ്മൾ പല സ്റ്റോക്കുകളും സെല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു ബൗൺസ് ബാക്ക് ആണ് നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനെ എടുത്ത് നോക്കുവാണെങ്കിൽ US മാർക്കറ്റ് അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്. US-ലെ നാസ്ഡാക്ക്, ഡോ ജോൺസ്, S&P 500 ഇതെല്ലാം ഇന്നലെ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് എടുത്ത് നോക്കുവാണെങ്കിലും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഇന്നലെ US-ലെ വിക്സ് വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡോ ജോൺസ്, S&P 500, നാസ്ഡാക്കിനൊക്കെ നല്ലൊരു പോസിറ്റീവ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് 11:30 FOMC മിംസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഡാറ്റ വരുന്നതോടുകൂടി നല്ലൊരു ഫ്ലക്ച്വേഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 11:30 ആയിരിക്കും വരിക. അപ്പം ഫോറക്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. നല്ലൊരു ഫ്ലക്ച്വേഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇന്ന് 10 മണിക്ക് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നുണ്ട്. അപ്പം ഒരു കീ ഇവന്റ് ആയിരിക്കും. എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവര് അതേപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ ട്രേഡ് എടുക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. കാരണം 10 മണിയോടുകൂടി നല്ലൊരു ഫ്ലക്ച്വേഷൻ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നോക്കുക. ഇതിനു ശേഷം മാത്രം ഒരു ട്രേഡിലേക്ക് എൻട്രി എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ പല റിപ്പോർട്ട് പ്രകാരവും ആർട്ടിക്കിൾ പ്രകാരവും നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.25% റേറ്റ് കട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ്. ഇങ്ങനെ ഒരു റേറ്റ് കട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സിനും അതേപോലെ തന്നെ പല ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനങ്ങൾക്കെല്ലാം അതൊരു പോസിറ്റീവ് ആയിട്ട് തന്നെയായിരിക്കും റിഫ്ലക്ട് ആകുക. അപ്പൊ നാളെ അങ്ങനെ ഒരു റേറ്റ് കട്ട് വരുവാണെങ്കിൽ നല്ലൊരു ട്രെൻഡ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കും നമുക്ക് ബാങ്കിങ് സെക്ടറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മൾ കൊമോഡിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്കറിയാം ക്രൂഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്, ബ്രണ്ട് ഓയിൽ ഇതൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നേരിയ തോതിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളെ ഇന്ന് മുതൽ ഏപ്രിൽ 9 ഇന്ന് മുതൽ നമുക്ക് സൊമാറ്റോയുടെ പേര് എറ്റേണൽ ആയി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം മിക്കവരും സൊമാറ്റോ എന്ന് പറയുന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്ന് മുതൽ സൊമാറ്റോ എന്ന് പറഞ്ഞ പേരായിരിക്കില്ല കാണുന്നത്, മറിച്ച് എറ്റേണൽ എന്ന് പറഞ്ഞ ഒരു പേരായിരിക്കും കാണുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെല്ലാം ആ ഒരു പേര് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പൊ അത് വിചാരിച്ച് നമ്മൾ ആരും പാനിക് ആവേണ്ട. സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് എറ്റേണൽ എന്ന് പറഞ്ഞ് പേര് ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സരസ്വതി ഡീപോർട്ട് എന്ന് പറയുന്ന കമ്പനി ഡിവിഡന്റ് 1.5 രൂപ പെർ ഷെയർ വെച്ച് ഡിവിഡന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രിടെക്സ് കോർപ്പറേറ്റീവ് സർവീസ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 9:10 ആണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇന്നലത്തെ ടോപ്പ് മൂവേഴ്സിനെയും യൂസേഴ്സിനെയും പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ആണ്. അത് ഏകദേശം 5.29% പോസിറ്റീവ് ആയിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് വരുന്നത് ശ്രീറാം ഫിനാൻസ് ആണ്. 4.47% ആണ് ഇന്നലെ പോസിറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പിന്നെ സിപ്ലൈ ആണ് വരുന്നത്. 3.46% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്നലെ കാണാൻ സാധിക്കും മിക്ക കമ്പനിയും പോസിറ്റീവ് ആയിരുന്നു. അപ്പം ഇന്നലെ ഒറ്റ കമ്പനി മാത്രമേ ഉള്ളൂ ഒരു ചെറിയ നേരിയ തോതിലൊരു നെഗറ്റീവ് ട്രെൻഡിൽ കാണിച്ചിട്ടുള്ളൂ. അത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അത് 0.16% മാത്രമേ ഉള്ളൂ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഇന്നലെ മിക്ക സ്റ്റോക്കുകളും എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോ നമ്മൾ ഓവറോൾ ഒരു നോക്കുവാണെങ്കിൽ നമുക്കറിയാം ജപ്പാൻ ആൻഡ് യൂറോപ്യൻ യൂണിയൻ ടെറിട്ടറി എല്ലാം ഒരു ട്രേഡ് വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നോക്കുന്നത്. അവർക്ക് അതൊരു ഒത്തുതീർപ്പിനാണ് അവർ നോക്കുന്നത്. ട്രംപുമായിട്ടുള്ള നിയമങ്ങൾക്കെല്ലാം അവര് കൈകോർക്കാൻ വേണ്ടി തന്നെയാണ് അവര് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു ഇതോടുകൂടി ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അവരെടുക്കുന്നതോടുകൂടി തന്നെ മാർക്കറ്റ് നല്ല രീതിയിലൊരു ശാന്തമായ ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കാൻ നല്ല രീതിയിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ FIDAS ഡാറ്റ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഡാറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ ഏകദേശം 4994 കോടിയുടെ സെല്ലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റ് സെല്ല് ചെയ്തിട്ടുള്ളത്. അതേപോലെ DAS ഡാറ്റ നോക്കുവാണെങ്കിൽ നമുക്ക് 3097 കോടിയുടെ ബൈ ആണ് നമ്മുടെ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. നമ്മൾ നെറ്റ് നോക്കുവാണെങ്കിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1897 കോടിയുടെ സെല്ലിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക, നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസും സപ്പോർട്ടും ആണ് നമ്മളിപ്പം സ്ക്രീനിൽ കാണിക്കുന്നത്. മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 22,400 മുതൽ 22,320 ആണ്. ഇതൊരു സോൺ ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആയി കാണാൻ പറ്റുന്നത് 22,980 മുതൽ 23,330 വരെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സോൺ രേഖപ്പെടുത്തുക. ഈ ഒരു സോൺ രേഖപ്പെടുത്തിയിട്ട് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഈ ഒരു 2 സോണുകളെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇത്ര ന്യൂസുകളാണ് മാർക്കറ്റിലുള്ളത്. അതേപോലെ 10 മണിക്ക് നമ്മുടെ ഒരു കീ ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. അപ്പം എല്ലാവരും സൂക്ഷിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓരോ ദിവസമുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നും ഒരു പ്രോഫിറ്റബിൾ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.